ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ചേർത്ത് പിടിക്കാം എന്ന ഭാഗത്തിലെ യുദ്ധം അത്ര നല്ലതല്ല എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഈ പാഠഭാഗവും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ലോകത്തെയാണ് വാവ കിനാവ് കണ്ടത്. എന്നാൽ ഈ കഥയിൽ എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. കുട്ടി ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിൽ ഒരു പട്ടാളക്കൂട്ടത്തിന്റെ ചിത്രം കണ്ടത്. ഈ യുദ്ധം രസികൻ സംഗതി തന്നെ. ഞാനൊരു യുദ്ധവീരൻ, എനിക്കും ഒരു പടയുണ്ടാക്കണം. അപ്പോഴാണ് ഒരു പൂച്ച അതുവഴി വന്നത്. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? ഞാൻ തന്നെ, ഒരു പൂച്ച. പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിക്ക്, കുട്ടി ആ ചിത്രപുസ്തകത്തിൽ തൊട്ട് കാണിച്ചു. ദേ നോക്കിയേ, കടുവ. നിന്നെ പോലെ തന്നെ ഇല്ലേ? അപ്പോൾ നീ ഒരു കടുവയായിരിക്കും. ഒരു കടുവ യുദ്ധത്തിന് എന്തായാലും നല്ലൊരു കൂട്ട് തന്നെ. ആയിരിക്കും, പൂച്ച സമ്മതിച്ചു. അതിന് സന്തോഷമായി. അങ്ങനെ ആ പട്ടാളക്കാരനും ആ കടുവയും കൂടി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു തേരട്ട അതിലേ പോയത്. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? തേരട്ടയ്ക്ക് ആ ചോദ്യം നല്ല രസമായി തോന്നി. ഞാൻ തന്നെ, ഒരു തേരട്ട. നിക്ക്, കുട്ടി വീണ്ടും ആ ചിത്രപുസ്തകം മറിച്ചു നോക്കാൻ തുടങ്ങി. ദേ നോക്കിയേ, തീവണ്ടി. നിന്നെ പോലെ തന്നെ ഇല്ലേ? അപ്പോൾ നീ ഒരു തീവണ്ടി ആയിരിക്കും. യുദ്ധത്തിന് ഒരു തീവണ്ടി കൂടിയേ തീരൂ. ആയിരിക്കും, തേരട്ട സമ്മതിച്ചു. അതിന് അഭിമാനം തോന്നി. അപ്പോൾ ആ പട്ടാളക്കാരനും ആ കടുവയും ആ തീവണ്ടിയും കൂടിയായി യാത്ര. ആ യാത്ര കണ്ട് രസം പിടിച്ചാണ് അതിലെ പോയ ആനത്തുമ്പി ഇത്തിരി നേരം അവിടെ ചിറകടിച്ചു നിന്നു പോയത്. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? ആനത്തുമ്പി അമ്പരന്നു പോയി. ഞാൻ തന്നെ, ഒരു ആനത്തുമ്പി. നിക്ക്, കുട്ടിയുണ്ടോ വിടുന്നു. ചിത്രപുസ്തകം മറിച്ചു നോക്കൽ. ദേ നോക്കിയേ, ഹെലികോപ്റ്റർ. ഇത് കണ്ടാൽ നീ തന്നെ. അപ്പോൾ നീ ഒരു ഹെലികോപ്റ്റർ ആയിരിക്കും. ഒരു ഹെലികോപ്റ്റർ ഇല്ലാതെ എന്ത് യുദ്ധം? ആയിരിക്കും, ആനത്തുമ്പി സമ്മതിച്ചു. അതിന് അത്ഭുതം തോന്നി. ഇപ്പോൾ ആ പടയിൽ കൂട്ടുകാർ ആരൊക്കെയാ ഉള്ളത്? ആ പട്ടാളക്കാരൻ, ആ കടുവ, ആ തീവണ്ടി, ആ ഹെലികോപ്റ്റർ. നല്ല മേളം തന്നെ. ആ മേളത്തിനിടയിലേക്കാണ് ഒരു ശബ്ദം വന്നു വീണത്. ബേ ബേ. ഒരാട്. ഉണ്ടക്കണ്ണും ഊഷാൻ താടിയും ഉഗ്രൻ കൊമ്പുകളുമുള്ള ഒരാട്. നീയായിരിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ അന്വേഷിച്ച് നടക്കുന്ന ശത്രു. നീ ആരാ? കുട്ടി ചോദിച്ചു. ഞാനോ? ഞാൻ ശത്രു ഒന്നുമല്ല. ഞാൻ തന്നെ, ഒരാട്. ആടിന് സങ്കടം വന്നു. നിക്ക്, നീയൊന്നും ആവില്ല. നീ ഞങ്ങളുടെ ശത്രു തന്നെ. നീ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. കുട്ടി പുസ്തകം വേഗം മറിച്ചു നോക്കി തുടങ്ങി. അപ്പോഴേക്കും സങ്കടം അരിശമായി മാറിയ ആട് കണ്ണ് ചുവപ്പിച്ചും കൊമ്പ് കുലുക്കിയും താടി വിറപ്പിച്ചും വന്ന് കുട്ടിയെ ഒരൊറ്റയിടി. പടയിലെ കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആടിന്റെ വരവ് കണ്ട് ചിതറിയോടി എവിടേക്ക് പോയോ ആവോ. ശരിയാ, ദേ ഒരാട്. അപ്പോഴേക്കും വീണിടത്ത് നിന്ന് എണീറ്റ കുട്ടി പുസ്തകത്തിൽ നിന്ന് അതൊരുവിധം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ നീ ഒരു ആട് തന്നെയായിരിക്കും, ശത്രു ഒന്നും ആവില്ല. ഇപ്പോൾ ചിരി വന്നത് ആടിനാണ്. പൊയ്ക്കോ, ആട് തലയാട്ടി പറഞ്ഞു. മടങ്ങുമ്പോൾ പട്ടാളക്കാരനും കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആലോചിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു. എന്തായാലും ഈ യുദ്ധം അത്ര നല്ലതല്ല, ഉറപ്പ്. ജീവൻ SM ആണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. കഥ തുടങ്ങുന്ന രീതി ശ്രദ്ധിച്ചുവോ? ഈ കഥ മറ്റേതെല്ലാം രീതിയിൽ തുടങ്ങാം? കണ്ടെത്തി പറയൂ. കുട്ടി ചിത്രകഥാ പുസ്തകം വായിക്കുകയായിരുന്നു എന്നാണല്ലേ കഥ തുടങ്ങുന്നത്. നമുക്കതിനു മുന്നേ എങ്ങനെ ചേർക്കാൻ വേണമെങ്കിൽ, ഒരിടത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ചിത്രപുസ്തകങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ അവൾക്കൊരു ചിത്രപുസ്തകം കിട്ടി. അതിൽ യുദ്ധത്തെക്കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. പിന്നീട് കഥയിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ നേരെ വായിച്ചു പോരാം കേട്ടോ. ചോദ്യം 2. 3ാം ക്ലാസ്സിൽ നാടോടി കഥ പറയുന്ന രീതി പരിചയപ്പെട്ടില്ലേ? ഈ കഥ ആ രീതിയിൽ വായിച്ച് അവതരിപ്പിക്കൂ. മക്കള് അതേ രീതിയിൽ വായിച്ച് അവതരിപ്പിച്ചു കൊടുക്കണേ. ചോദ്യം 3. കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് മുൻധാരണകൾ അരുത്. ഇവിടെ കഥയിലെ കുട്ടിക്ക് യുദ്ധത്തിന്റെ ഭീകരതകളെ കുറിച്ച് അധികം അറിവില്ല. ചിത്രപുസ്തകത്തിൽ നിന്നും അവൾ മനസ്സിലാക്കി വെച്ചത് യുദ്ധം ഭീകരമായ ഒന്നല്ല, രസകരമാണ് എന്നാണ്. തനിക്ക് മുന്നിലെത്തുന്ന ഒരു ആടിനെയാണ് അവൾ ശത്രുവായി കണ്ടത്. അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. തെറ്റിദ്ധാരണകളാണ് പല വലിയ തെറ്റുകൾക്കും കാരണമാവുന്നത്. ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു. കഥയുടെ അവസാനം ആട് തന്റെ ശത്രുവല്ല എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. യുദ്ധം അത്ര നല്ലതല്ല എന്നും അവർ തിരിച്ചറിയുന്നു. അവസാനത്തെ ചോദ്യം, നമുക്കിവിടെ ഒരു കൊളാഷ് തന്നിട്ടുണ്ട്. യുദ്ധം ഉണ്ടാവരുതെന്ന് കരുതുന്നവരാണ് നാം. യുദ്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പട്ടാളക്കാർ? ഈ ചിത്രം വായിച്ച ശേഷം കണ്ടെത്തിയ കാര്യങ്ങൾക്ക് വിവരണം എഴുതൂ. അപ്പോൾ ഇവിടെ പട്ടാളക്കാർ ചെയ്യുന്ന ഒരുപാട് കടമകൾ, പല
പല ദുരന്തങ്ങളിലും അവർ ഇതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ കൊളാഷിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൈനികർ യുദ്ധമുണ്ടാകാതെ കാക്കുന്നവർ മാത്രമല്ല, യുദ്ധമുണ്ടായാൽ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നവരുമാണ്. കൊളാഷിൽ കാണുന്നത് പോലെ അവർ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിലും ജനങ്ങളെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ അപകടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിന്റെ ചിത്രങ്ങളും ഇതിൽ കാണാം. അവർ യുദ്ധം ഒഴിവാക്കാനും രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാനുമുള്ളവർ മാത്രമല്ല, പല ദുരന്തങ്ങളിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതും ഇവരാണ്. സൈനികർ നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ രക്ഷാദൂതരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് യുദ്ധം അത്ര നല്ലതല്ല എന്ന ഈ ചെറിയ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്